പീഡനം നടന്നു. ആ പീഡനം നമുക്ക് വളരെ ദുഃഖമുണ്ട് ഇത് പറയാൻ. അമ്മയുടെ അറിവോടെയാണ് എന്നൊക്കെ പ്രതി മൊഴി നൽകിയിരിക്കുകയാണ്. ധനേഷ് എന്നാണ് പ്രതിയുടെ പേര്. ആ കുട്ടികളെ ഇപ്പോൾ രണ്ട് പെൺകുട്ടികളുണ്ട് അല്ലേ, CWCയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ ഒരു കൗൺസിലിംഗ് ഒക്കെ നൽകി അങ്ങനെ ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ പ്രതി പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ. കൂടാതെ CWCയുടെ അധികൃതർ അമ്മ അറിഞ്ഞുകൊണ്ടാണ് ഈ പീഡനം പ്രതി തന്നെയാണ് മൊഴി കൊടുത്തെന്നുള്ളതാണ് ഒരു പ്രതികരണമുണ്ട്. ആ പ്രതികരണം നമുക്ക് കണ്ടിട്ട് ശ്യാംകുമാറിലേക്ക് പോകാം. അവർക്ക് കൗൺസിലിംഗ് സെഷൻസ് കൊടുക്കും. നിലവിലെ കുട്ടികൾക്ക് വേറെ കാര്യമായിട്ട് പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഈ അമ്മയ്ക്ക് അറിയാമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് നമ്മൾ അവർക്കുള്ള ഒരു മാനസികമായി പിന്തുണ കൊടുക്കുക, അവർക്ക് അഭയം കൊടുക്കുക എന്നുള്ളതാണ് CWC സംബന്ധിച്ചിടത്തോളമുള്ള ചുമതല. ഇത് CWCയുടെ നിയന്ത്രണത്തിൽ തന്നെ ഭാവി കാര്യങ്ങളെല്ലാം, കുട്ടികളുടെ പഠനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും CWCയുടെ നിയന്ത്രണത്തിലായിരിക്കും. CWC എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ അതിലൊന്നും യാതൊരു തടസ്സവും ഉണ്ടാവില്ല. കുട്ടിയുടെ ഭാവി പഠനങ്ങളൊക്കെ ഒന്നും ബാധിക്കില്ല. ശ്യാംകുമാർ ഇപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ശ്യാം, ഇതിപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഈ പ്രതി നടത്തിയിരിക്കുന്നത്. ഈ പീഡന വിവരം കുട്ടികളുടെ അമ്മയ്ക്കറിയാം എന്ന് പ്രതി തന്നെ മൊഴി നൽകിയിരിക്കുന്നു എന്ന വിവരം വരുന്നു. അപ്പോൾ എന്താണ് ഈ കേസിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഒപ്പം തന്നെ CWCയിലേക്ക് ഈ കുട്ടികളെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടോ? ഈ കുട്ടികളെ രണ്ടുപേരെയും CWCയിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഈ കുട്ടികളുടെ സുരക്ഷാ ചുമതലയും CWC ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ തന്നെ ഈ കേസിൽ പ്രധാന പ്രതി അറസ്റ്റിലായതിന് പിന്നാലെ തന്നെ കേസിൽ പ്രതിയുടെ അമ്മയ്ക്കും കൃത്യമായ പങ്കുണ്ട് എന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരുന്നു. ഇതിന് പിന്നാലെ കുട്ടികളുടെ മൊഴിയെടുത്തു. പ്രതിയുടെ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുട്ടികളുടെ അമ്മയുടെ അറിവോടെയാണ് താൻ കുട്ടികളെ ഉപദ്രവിച്ചത് എന്നുള്ള ഞെട്ടിക്കുന്ന മൊഴി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പ്രതിയേർക്കപ്പെട്ട കുട്ടിയുടെ അമ്മയുടെ കാമുകൻ പ്രതിയേർക്കപ്പെട്ട കേസിൽ അമ്മയെ കൂടി പ്രതിയേർക്കാനായിട്ട് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അവരെയാണ് ഈ കേസിൽ രണ്ടാം പ്രതിയായി ഉൾപ്പെടുത്തുക. നേരത്തെ ഈ കുട്ടികളുടെ അച്ഛൻ ഒരു അപകടത്തിൽ മരിച്ച ശേഷമാണ് ഇയാൾ കുട്ടികളുടെ അമ്മയുമായി ബന്ധം സ്ഥാപിക്കുകയും ആ വീട്ടിൽ താമസിക്കുകയും ചെയ്യുന്നത്. പിന്നീട് അതേ സ്കൂളിലെ മറ്റൊരു പെൺകുട്ടിയെ കൂടി വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ ഇയാൾ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ആ കുട്ടി ഒരു കത്തെഴുതി കൊടുക്കുന്നത് ടീച്ചർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഈ പീഡന വിവരം പുറത്തറിയുകയും ഈ കുട്ടികളുടെ ഈ വിവരങ്ങൾ പോലീസിൽ അറിയിക്കുകയും ചെയ്യുകയും അറസ്റ്റിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഏതായാലും ഞെട്ടിക്കുന്ന ഈ കേസിൽ അമ്മയുടെ പങ്ക് വളരെ കൃത്യമാണ്. അതായത് രണ്ട് പെൺകുഞ്ഞുങ്ങളെയും ഉപദ്രവിച്ചതിൽ അമ്മയുടെ പങ്ക് കൃത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ ശേഷമാണ് പോലീസ് അമ്മയെ ഈ കേസിൽ പ്രതിയേർത്തിരിക്കുന്നത്. അവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഇന്നുണ്ടാകും. അതിന് കോടതിയിൽ റിപ്പോർട്ട് നൽകിയ ശേഷമാകും അമ്മയെ അറസ്റ്റ് രേഖപ്പെടുത്തുക.